നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ശക്തമായ മഴയിലും കാറ്റിലും മാളയിലും സമീപ പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. സോളാർ പാനൽ നിലം പതിച്ചു, വൻമരങ്ങൾ കടപുഴകി വീണു. മാള ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ കിരൺ, പുളിന്തറ വീട്ടിൽ വിപിൻ, കാട്ടൂർ വേത്തോടി വീട്ടിൽ ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മാളയിലും സമീപ പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. മാള ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനൽ ശക്തമായ കാറ്റിൽ നിലംപതിച്ചു. തലനാരിഴയ്ക്കാണ് വാഹനങ്ങളിലും യാത്രക്കാരുടെയും മീതെ പതിക്കാതെ അപകടം ഒഴിവായത്. മാള പള്ളിപ്പുറം കിണർ സ്റ്റോപ്പ് പരിസരത്ത് കളത്തിൽ ചാക്കോ, എടാകൂടത്തിൽ അലി സലീന, ചെല്ലക്കുടം ബാബു എന്നിവരുടെ പുരയിടത്തിലെ വൻമരങ്ങൾ കടപുഴകി വീണു. മാള ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിൻ്റെ 20 വാർഡുകളിലേക്കും നോട്ടീസ് കൊടുക്കുകയും അപേക്ഷ കൊടുക്കുകയും അതനുസരിച്ച് നമ്മൾ ആവശ്യമായ അവർക്ക് വേണ്ടി നേരിടുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്കോളർഷിപ്പും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ 2025-26 വാർഷിക പദ്ധതിയിൽ ഒട്ടനവധി പ്രൊജക്റ്റുകളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സ്ഥിരം സമിതി അധ്യക്ഷ സിനി ബെന്നി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജിജു മാടമ്പിള്ളി, സിന്ധു അശോക്, ജോർജ് നെല്ലിശ്ശേരി, KV രഘു എന്നിവർ പങ്കെടുത്തു. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ 37 വയസ്സുള്ള കിരൺ, പുളിന്തറ വീട്ടിൽ 39 വയസ്സുള്ള വിപിൻ, കാട്ടൂർ വേത്തോടി വീട്ടിൽ 18 വയസ്സുള്ള ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. മാർച്ച് 11-ാം തീയതി കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ കിരൺ, വിപിൻ, ഗോകുൽ എന്നിവരും കമ്മിറ്റിക്കാരുമായി തർക്കമുണ്ടാവുകയും തുടർന്ന് ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച നരിക്കുഴി എടക്കാട്ടുപറമ്പിൽ 43 വയസ്സുള്ള സജിത്ത് എന്നയാളെ പള്ളിവേട്ട നഗറിനു സമീപം വെച്ച് കിരൺ, വിപിൻ, ഗോകുൽ എന്നിവർ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പോലീസിന്റെ സഹായത്താൽ മാഹിയിൽ നിന്നും പിടികൂടുകയായിരുന്നു. കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, പ്രൊബേഷൻ SI സനദ് സി, സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, നൌഷാദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത്, ഷൗക്കർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കിരൺ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസുകളിലെയും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പ് കേസിലെയും പ്രതിയാണ്. വിപിൻ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസിലെ പ്രതിയാണ്. മൽഹ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാള മഹലിൽ സമൂഹ ഇഫ്താർ സംഗമം നടത്തി. വിവിധ മത സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. മാള മഹൽ സെക്രട്ടറി AA അബ്ദുൽ നാസർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെയർമാൻ MP മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ KM അബ്ദുൽ ജലീൽ, മഹമ്മ് ഇമാം സുബൈർ മന്നാനി മുഖ്യപ്രഭാഷണം നടത്തി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, ഫാദർ അനൂപ് ജോർജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് CV പാപ്പച്ചൻ, വർഗീസ് കണ്ണമ്പിള്ളി, ഡേവിസ് പാറക്കാടൻ, IST ഇമാം സൽമാൻ, അഷ്റഫ് കരിമ്പുന്നശ്ശേരി, ഫൈസൽ എടത്താത്തറ, മാള മഹൽ പ്രസിഡന്റ് AA അഷ്റഫ്, മാള സർക്കിൾ ഇൻസ്പെക്ടർ സജിൻ ശശി, സബ് ഇൻസ്പെക്ടർ സുധാകരൻ, റൂറൽ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ട്രഷറർ EP രാജീവ്, സാജു വടമ തുടങ്ങിയവർ പങ്കെടുത്തു. ഒത്തുചേരുന്ന ഇതേപോലെ തന്നെ സമൂഹത്തിലെ എല്ലാ മാന്യ വ്യക്തികളെയും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഈ നോമ്പുതുറ മാതൃകയായ രീതിയിലാണ് നമ്മൾ ഇത് കണ്ടുപോരുന്നത്. നമ്മൾക്കറിയാം, ഇന്ന് സമൂഹത്തെ കവർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കും ഒത്തുചേരാം. ഇന്ന് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ലഹരിക്ക് അടിമപ്പെട്ടു കൊണ്ടുപോവുകയാണ്.
മാള ടൗണിൽ മുട്ടക്കട പ്രവർത്തനം ആരംഭിച്ചു. NB എന്ന പേരിൽ മാള മുസ്ലിം പള്ളിക്ക് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. വിപുലമായ വിൽപ്പന നടത്താൻ ഏറെ സഹായിക്കുന്നതാണ് മുട്ട എന്ന ആ ഉൽപ്പന്നം. നല്ല രീതിയിലേക്ക് അദ്ദേഹത്തിന് ഈ കടയിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടായി കുടുംബത്തേക്ക് അതൊരു വരുമാന സ്രോതസ്സായി മാറാനും സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനും വേണ്ടി എല്ലാവരോടും എളിമയോടും സൗഹൃദത്തോടു കൂടി പെരുമാറുകയും ഈ കട വൻ വിജയമാക്കി തീർക്കാനായിട്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് നിൽക്കാം. ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതികൾ ഒറ്റക്കെട്ടായാണ് ഇന്ന് മാളയുടെ ആദ്യ വിൽപ്പന CR പുരുഷോത്തമൻ ഏറ്റുവാങ്ങി. വാർഡ് മെമ്പർ TV യദുകൃഷ്ണ, സ്ഥാപന ഉടമ ബിനു ജേക്കബ്, കുടുംബാംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ഗുണനിലവാരമുള്ള കോഴി, താറാവ്, കാട, നാടൻ കോഴിമുട്ടകൾ മൊത്തമായും ചില്ലറയായും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാണ്. അന്നമനട LP സ്കൂളിന് സമീപം പ്രവർത്തിച്ചു വരുന്ന NB മുട്ടക്കടയുടെ അനുബന്ധ സ്ഥാപനമാണ് മാളയിൽ ആരംഭിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ശക്തമായ മഴയിലും കാറ്റിലും മാളയിലും സമീപ പ്രദേശങ്ങളിലും വൻ നാശനഷ്ടം. സോളാർ പാനൽ നിലം പതിച്ചു, വൻമരങ്ങൾ കടപുഴകി വീണു. മാള ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായോപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച കേസിലെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ലിക്കാട് ഒറ്റാലി വീട്ടിൽ കിരൺ, പുളിന്തറ വീട്ടിൽ വിപിൻ, കാട്ടൂർ വേത്തോടി വീട്ടിൽ ഗോകുൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.